ഇന്ത്യയിലെ ഏറ്റവും വലിയ മെഡിക്കൽ പ്രവേശന പരീക്ഷയായ നീറ്റ് UG 2026 ചോദ്യപേപ്പർ കോടികൾ വിലയിട്ടാണ് മാഫിയ സംഘങ്ങൾ വിറ്റത്. സംഭവം മാധ്യമങ്ങളുടെ വലിയ വാർത്താ പ്രാധാന്യം നേടിയതോടെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന് ഔദ്യോഗികമായ പരാതികൾ നൽകേണ്ടി വന്നു. CBIക്ക് അന്വേഷണം ഏറ്റെടുക്കേണ്ടി വരികയും ചെയ്തു. ഈ അന്വേഷണം എത്ര ഉന്നതരിൽ എത്തുമെന്നറിയില്ല. പക്ഷേ നിലവിൽ പുറത്തുവരുന്ന വിവരങ്ങൾ കഷ്ടപ്പെട്ട് പഠിക്കുന്ന വിദ്യാർത്ഥികളെ വല്ലാതെ നിരാശപ്പെടുത്തുന്നതാണ്. മുമ്പ് വിവിധ സംസ്ഥാനങ്ങളും സർവകലാശാലകളും നടത്തിയിരുന്ന വ്യത്യസ്ത പ്രവേശന പരീക്ഷകൾക്ക് പകരം രാജ്യത്താകെ ഒരൊറ്റ പരീക്ഷ, അതാണ് നീറ്റ്. ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് ഉൾപ്പെടെ രാജ്യത്തെ എല്ലാ സർക്കാർ സ്വകാര്യ മെഡിക്കൽ കോളേജുകളിലെയും പ്രവേശനം ഈ പരീക്ഷയുടെ റാങ്ക് അടിസ്ഥാനത്തിലാണ്. ഇന്ത്യയിലെ വിദ്യാർത്ഥികൾക്ക് വിദേശത്ത് പോയി MBBS പഠനം പൂർത്തിയാക്കുന്നതിനും നീറ്റ് യോഗ്യത നിർബന്ധം. ഏറ്റവും വലിയ സവിശേഷതയായി കണക്കാക്കപ്പെട്ടിരുന്നത് വിദ്യാർത്ഥികൾക്കുള്ള തുല്യ അവസരമാണ്. സാമ്പത്തിക സാമൂഹിക പശ്ചാത്തലം കണക്കാക്കാതെ നന്നായി പഠിക്കുന്നവർക്ക് അവസരം. എന്നാൽ പണമുള്ളവനെ നോട്ടെറിഞ്ഞ് സ്വന്തമാക്കാനാകുന്ന പ്രവേശന പരീക്ഷയാണിതെന്ന വിവരം സാധാരണക്കാരനായ വിദ്യാർത്ഥികളെ നിരാശയിലേക്ക് തള്ളിവിട്ടിരിക്കുന്നു. ഇതിലും വലിയ കുറ്റകൃത്യം എന്താണ്? ഉന്നതരുടെ അറിവില്ലാതെ എങ്ങനെയാണ് അതീവ സുരക്ഷാ മാനദണ്ഡങ്ങളുള്ള നീറ്റ് പരീക്ഷയുടെ ചോദ്യപേപ്പർ വിവിധ സംസ്ഥാനങ്ങളിലെ എൻട്രൻസ് കോച്ചിംഗ് സെന്ററുകളിൽ എത്തപ്പെട്ടത്? സർക്കാർ പ്രിന്റിംഗ് പ്രസിൽ നിന്നോ ട്രഷറികളിൽ നിന്നോ കോടിക്കണക്കിന് രൂപയ്ക്ക് ചോദ്യപേപ്പർ ഈ രംഗത്തെ മാഫിയകൾക്ക് വിറ്റിരിക്കുന്നു. പിന്നാലെ പണമെറിഞ്ഞ് എൻട്രൻസ് കോച്ചിംഗ് സെന്ററുകൾ ചോദ്യപേപ്പർ സ്വന്തമാക്കുന്നു. ഒരു ചോദ്യപേപ്പറിന് പണമുള്ള വീട്ടുകാർ നൽകിയത് 10 ലക്ഷം മുതൽ 40 ലക്ഷം രൂപ വരെ. മാതൃകാ ചോദ്യപേപ്പർ എന്ന രീതിയിൽ ടെലഗ്രാമിലൂടെയും വാട്സപ്പിലൂടെയും നടക്കാനിരുന്ന പരീക്ഷയുടെ ചോദ്യപേപ്പർ ലക്ഷങ്ങൾ എറിഞ്ഞവർക്ക് സ്വന്തം. അപ്പോഴും ഇതൊന്നും അറിയാതെ ഭക്ഷണവും ഉറക്കവുമില്ലാതെ എത്ര കുട്ടികൾ പ്രവേശന പരീക്ഷയ്ക്ക് വേണ്ടി പഠിച്ചുകൊണ്ടേയിരുന്നു. മെയ് 3 നടന്ന പരീക്ഷയുടെ ചോദ്യപേപ്പറിൽ ഉണ്ടായിരുന്നത് 180 നിർബന്ധിത ചോദ്യങ്ങൾ. ഇതിൽ 120 ചോദ്യവും പണമെറിഞ്ഞവർക്ക് നേരത്തെ കിട്ടി. യഥാർത്ഥത്തിൽ ചോദ്യപേപ്പർ മാഫിയ സംഘത്തിനുണ്ടായ ചെറിയൊരു പാളിച്ചയാണ് ഈ ഞെട്ടിക്കുന്ന സംഭവത്തെ പൊതുസമൂഹത്തിന് മുന്നിലെത്തിച്ചത്. നിയന്ത്രിത എണ്ണം ആളുകൾക്ക് മാത്രം വിലയിട്ട് വിൽക്കാൻ ഉദ്ദേശിച്ചിരുന്ന ചോദ്യപേപ്പർ അത്യാഗ്രഹികളായ ചില ഇടനിലക്കാർ ഇഷ്ടാനുസരണം വിറ്റു. ഈ ചോദ്യപേപ്പർ പഠിച്ച് പരീക്ഷ എഴുതിയ പല കുട്ടികളും പരീക്ഷയ്ക്ക് ശേഷം കണ്ടതോടെ കച്ചവടം പുറത്തായി. ഒന്നോ രണ്ടോ പേരിലല്ല, കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പിന്റെ ഇടനാഴികൾ മുതൽ പണം വാരിയെറിയുന്ന എൻട്രൻസ് പരിശീലന കേന്ദ്രങ്ങൾ വരെ വ്യാപിച്ചു കിടക്കുന്ന കച്ചവട ശൃംഖലയാണ് ഇതെന്ന് പ്രാരംഭ അന്വേഷണത്തിൽ തന്നെ CBI ഉദ്യോഗസ്ഥർക്ക് ബോധ്യപ്പെട്ടു. ഇവരെയെല്ലാം ബന്ധിപ്പിക്കുന്ന ഇടനിലക്കാർ വേറെ. ഗുരുഗ്രാമിൽ നിന്നുള്ള ഒരു ഡോക്ടർ MBBS വിദ്യാർത്ഥികൾ ജാംവരാംഗഡിൽ നിന്ന് ചോദ്യപേപ്പർ വാങ്ങിയതായി ആരോപിക്കപ്പെടുന്ന വിദ്യാർത്ഥികൾ തുടങ്ങി 100ഓളം പേരെ രാജസ്ഥാൻ സ്പെഷ്യൽ ഓപ്പറേഷൻ ഗ്രൂപ്പ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. CBI രൂപീകരിച്ച സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം വിവിധ ഇടങ്ങളിൽ കസ്റ്റഡിയിലുള്ള ഓരോരുത്തരെയും ചോദ്യം ചെയ്യുകയാണ്. മഹാരാഷ്ട്രയിലെ നാസിക്, പൂനെ, രാജസ്ഥാൻ, ബീഹാർ, ജാർഖണ്ഡ്, ഡൽഹി എന്നിവിടങ്ങളിലാണ് CBI അന്വേഷണം നിലവിൽ കേന്ദ്രീകരിക്കുന്നത്. മൊബൈൽ ഫോണുകൾ, ലാപ്ടോപ്പുകൾ, വാട്സപ്പ് ചാറ്റുകൾ, ടെലിഗ്രാം ഗ്രൂപ്പുകൾ, ബാങ്ക് ഇടപാടുകൾ എന്നിവയും വിശദമായി പരിശോധിക്കുന്നുണ്ട്. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ഉദ്യോഗസ്ഥരെയും CBI ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്യുന്നുണ്ട്. 22,05,035 വിദ്യാർത്ഥികൾ എഴുതിയ പരീക്ഷയാണ് റദ്ദാക്കപ്പെട്ടിരിക്കുന്നത്. നാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.